أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1061 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജിൻ്റെ ആമുഖമാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ 2 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഈ 2 ആയത്തുകൾ ഞാൻ ഇന്ന് വിശദീകരിക്കുന്നില്ല. ഈ സൂറത്തിനെ കുറിച്ച് പൊതുവായി സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ സൂറത്തിന്റെ പേര് അൽ ഹജ്ജ് എന്നാണ്. ഇസ്ലാമിലെ 5 അടിസ്ഥാനങ്ങളിൽ 5-ാമത്തെ കർമ്മമാണ് ഹജ്ജ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സന്ദർശനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ സൂറത്തിന് ആ പേര് വരുന്നത് ഹജ്ജിനെ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ ഈ സൂറത്തിൽ വരുന്നുണ്ട് എന്നതുകൊണ്ടാണ്. അതേപോലെ ഈ പദം ഹജ്ജിനെ പരാമർശിച്ചുകൊണ്ട് 27-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. വളരെ ആവർത്തിച്ച് ആളുകൾ വായിക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യാറുള്ള ഒരു ആയത്താണ്. وَأَذِّنْ فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِنْ كُلِّ فَجٍّ عَمِيقٍ. ഈ ആയത്താണ് ഹജ്ജിനെ കുറിച്ചുള്ള പരാമർശമായിട്ട് വരുന്നത്. ഈ ആയത്തില് അൽ ഹജ്ജ് എന്ന വാക്ക് വരുന്നുണ്ട്. وَأَذِّنْ فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِنْ كُلِّ فَجٍّ عَمِيقٍ. ഈ വിധത്തിലാണ് ആ ആയത്ത്. ഇത് സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ ആയത്താണ്. അതിൽ നിന്നാണ് ഈ സൂറത്തിന് ആ പേര് വരുന്നത്. ഈ സൂറത്ത് പൊതുവായിട്ട് മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തായിട്ടാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതില് ഈ വ്യത്യസ്തതകളെ
ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ധാരണയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ സൂറത്തിലെ തുടക്ക ഭാഗം ഒന്നാമത്തെ ആയത്ത് മുതൽ 24-ാമത്തെ ആയത്ത് വരെയുള്ള ആ ഭാഗം മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും അനുയായികളും ഹിജ്റക്കായി ഒരുങ്ങുന്ന ആ അവസാന ഘട്ടത്തില് ഹിജ്റയുടെ തൊട്ട് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ് അവ എന്നത് അതിന്റെ ഉള്ളടക്കവും അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ 25 മുതൽ 78 വരെ ഈ സൂറത്തിന്റെ അവസാനം വരെ ഈ സൂറത്തിൽ 78 ആയത്തുകളാണുള്ളത്. അപ്പോ 25 മുതൽ 78 വരെയുള്ള ആയത്തുകൾ ഹിജ്റ കഴിഞ്ഞ് മക്കയിലെത്തിയ സന്ദർഭത്തില് മദീനയിലെത്തിയ സന്ദർഭത്തില് ആദ്യ വർഷം മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും ജീവിതത്തിന്റെ ആദ്യഘട്ടത്തില് വിശേഷിച്ച് ഹിജ്റ ചെയ്തു പോയതിന് തൊട്ടുടനെ ആയിട്ടുള്ള ഹജ്ജിന്റെ സന്ദർഭത്തില് അവതരിച്ചതാണ് തുടർന്നുള്ള ആയത്തുകള് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ ഒരു പശ്ചാത്തലം മക്കയിലെ ജീവിതം ദുസ്സഹമായി മാറി ആളുകൾക്ക് സത്യവിശ്വാസ പാതയിലേക്ക് വന്ന ആളുകൾക്ക് മക്കയില് ഒരു നിലക്കും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കൂടുതൽ അനുയായികളും ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് തന്നെ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. മക്കയിലെ ഖുറൈശി സമൂഹം അവരുടെ ബഹുദൈവത്വ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഏകദൈവത്വം ഉയർത്തിപ്പിടിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും സകല വിധത്തിലുള്ള ദ്രോഹങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവര് മസ്ജിദുൽ ഹറാമും ഹജ്ജിന്റെ ഇടങ്ങളും ഒക്കെ തന്നെ അവർക്ക് നിഷേധിക്കുകയാണ് തുടർന്ന്. ഹിജ്റയെ തുടർന്ന് പിന്നീട് ഈ ആളുകൾക്കൊന്നും മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വന്നു ചേരുന്നത്. അപ്പൊ മക്കയിൽ എല്ലാ വർഷവും നടക്കുന്ന ഹജ്ജിന്റെ സന്ദർഭത്തില് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സന്ദർഭമാണല്ലോ അത്. അവരുടെ ജീവിതത്തിന്റെ സകല വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഹജ്ജ് എന്ന് പറയുന്ന സംഭവം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലം മുതൽ തന്നെ നിർവഹിക്കപ്പെട്ടു വരുന്ന ഈ അനുഷ്ഠാനം മക്കയിലെ ആളുകളുടെ അവരെ ആതിഥേയരായ ആ സമൂഹം ഖുറൈശികളാണ്. അതുപോലെ മക്കയിലെ പൊതുജനങ്ങളാണ് ഈ ഹജ്ജിന്റെ ആതിഥേയരായിട്ടുള്ളത്. അപ്പോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ നാഡിമിടിപ്പ് പോലെ ആയി മാറിയിട്ടുണ്ടായിരുന്നു ഹജ്ജും ഉംറയും അത്തരം സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല കാര്യങ്ങളും. 4 വിശുദ്ധ മാസങ്ങളെ ഖുർആൻ എണ്ണി പറയുന്നത് അല്ലെങ്കിൽ പരാമർശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബും. 3 മാസങ്ങള്, ആദ്യത്തെ 3 മാസങ്ങള് ഹജ്ജുമായി ബന്ധപ്പെട്ടും റജബ് കൂടുതലായിട്ടും ഉംറ നിർവഹിക്കുന്നതിന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സന്ദർഭം എന്നുള്ള നിലക്കും ഈ 4 മാസങ്ങള് മക്കയിലെയും
പൊതുവായിട്ട് അറേബ്യയിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും നിർണയിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഈ 4 മാസങ്ങളില് യുദ്ധം പാടില്ല, സംഘർഷങ്ങൾ പാടില്ല, ഏറ്റുമുട്ടൽ പാടില്ല. അതുപോലെ പൂർണ്ണമായ സുരക്ഷിതത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ആളുകൾക്ക് യാത്ര ചെയ്യാനും മക്കയിലെത്തി ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സകല ജീവിതവും, എല്ലാ ആംഗിളിലുള്ള ജീവിതവും, അതില് ആത്മീയ മതപരമായ ജീവിതം, അതുപോലെ അവരുടെ സാമൂഹ്യ ജീവിതം, അവരുടെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സാമ്പത്തിക ജീവിതം, അവരുടെ രാഷ്ട്രീയ ജീവിതം, ഇതൊക്കെയും ഹജ്ജുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഗ്രാമീണരായ അറബികള് അവര് വളർത്തിയ, അവര് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്ന അവരുടെ കന്നുകാലികള് ഹജ്ജിനോടനുബന്ധിച്ചുള്ള ബലികർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയായിട്ട് ഏറ്റവും നല്ല വില കിട്ടുന്ന വിധത്തിൽ വിൽപ്പനയാക്കുന്നത് ഈ ഹജ്ജിനോടനുബന്ധിച്ചാണ്. അതുപോലെ ഉംറയുടെ സന്ദർഭത്തിൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോ കർഷകരെ സംബന്ധിച്ചിടത്തോളം, ഗ്രാമീണരായ അതുപോലെ മരുഭൂവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക ജീവിതത്തിന്റെ വളരെ നിർണായകമായ ഒരു ഘടകമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ക്രയവിക്രയങ്ങൾ. അതുപോലെ ഹജ്ജ് ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരു ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഗമമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ കച്ചവടങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കളും ഭക്ഷ്യവിഭവങ്ങളും അതുപോലെയുള്ളതും ഒക്കെ ഏറ്റവും ഏറെ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു കമ്പോളം കൂടിയായി മാറുന്നുണ്ട് ഹജ്ജിന്റെ ഇടം. അതുപോലെ ഇതിന്റെ സാമൂഹ്യ തലം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. വിവിധ ഭൂപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വന്നു ചേരുന്ന ഒരു സംഗമമാണല്ലോ ഇത്. പൗരാണിക കാലം മുതൽ തന്നെ വളരെ ഫാർ ആൻഡ് വൈഡ് ആയ ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്നു ചേരുകയും ഹജ്ജ് നിർവഹിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം ഭാഷാപരമായ, സാമൂഹ്യമായ, സാംസ്കാരികമായ വൈജാത്യങ്ങളുള്ള, വ്യത്യസ്തതകളുള്ള ആളുകൾ വന്നു ചേരുന്നു എന്നത് സാമൂഹ്യമായ പല വ്യവഹാരങ്ങൾക്കും പങ്കുവെക്കലിനൊക്കെ അവസരമാകുന്ന ഒരു കാര്യമാണ്. ഹജ്ജിനാവശ്യമായ ശാന്തിയും സമാധാനവും അതുപോലെ നിർഭയത്വവും ഒക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുക എന്നതുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചില രാഷ്ട്രീയ കാര്യങ്ങളും അല്ലെങ്കിൽ നിലപാടുകളും ഒക്കെ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ കാർഷികം, സാമ്പത്തികം, സാമൂഹ്യം, അതുപോലെ സൈനികം അല്ലെങ്കിൽ രാഷ്ട്രീയം ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്ത തലങ്ങളിൽ ഹജ്ജ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടാണ് അറേബ്യയിൽ നടന്നിരുന്നത്. ഇന്ന് അത് അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്ത ആ കാലത്തെ അപേക്ഷിച്ച് ഹജ്ജ് ഒരു ഗ്ലോബൽ ഈവന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അക്കാലത്ത് അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു കൂടുതലായിട്ടും ഹജ്ജിന് വന്നു ചേർന്നിരുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്നു ചേർന്നുകൊണ്ടാണ്, എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന വിധത്തിലാണ് ഹജ്ജ് നടക്കുന്നത്. അപ്പോ ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഏറ്റവും ശക്തമായ ഒരു ഗൃഹാതുരത്വം അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമായിരുന്നു
അവര് നാടുവിട്ടു പോയതിന് തൊട്ടുടനെയായിട്ട് വന്ന ഹജ്ജിന്റെ സന്ദർഭം. അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വൈകാരികമായ സംഘർഷം തന്നെ മനസ്സിൽ അനുഭവപ്പെടുന്ന ഒരു ഘട്ടം. തങ്ങളുടെ നാടും വീടും തങ്ങളുടെ ഇടവും ഒക്കെ ആയിരുന്ന ഹജ്ജിന്റെ ആ ഭൂപ്രദേശം അങ്ങോട്ട് തങ്ങൾക്ക് ഹജ്ജ് വേളയിൽ പോലും പോകാൻ സാധിക്കുന്നില്ല എന്ന വളരെ വേദനാജനകമായ, വളരെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ് അവരിൽ എല്ലാവർക്കും ആ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ വേദന കടിച്ചിറക്കിക്കൊണ്ടാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കഴിഞ്ഞുകൂടുന്നത്. ഹജ്ജിന്റെ സന്ദർഭത്തിൽ പോലും സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. ഹജ്ജിന്റെ ഇടം ഖുറൈശികളും അവരെ പിന്തുണക്കുന്നവരും കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് എന്നതാണ്. അതിന്റെ പൂർണ്ണ നിയന്ത്രണവും അവരുടെ കയ്യിലാണ് എന്നതാണ് അവസ്ഥ. ഇബ്രാഹിം അലൈഹിസ്സലാമാണ് കഅബയുടെ പുനർനിർമ്മാണം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മകൻ ഇസ്മായിലിനോടൊപ്പം അത് നിർവഹിക്കുന്നത്. ഭൂമുഖത്ത് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയൊക്കെയായി ആദ്യമായി പണിയപ്പെട്ട ഭവനമാണ് കഅബാലയം. ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിക്കുന്നത്. അള്ളാഹുവിന്റെ ഏകത്വമാണ് അതിന്റെ ആത്മാവ്, അതിന്റെ ചൈതന്യം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ അത് ബഹുദൈവത്വത്തിന്റെ ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ടായിരുന്നു. 300-ലേറെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയും അവ പൂജിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ടായിരുന്നു കഅബ. ഏകദൈവത്വത്തിന്റെ ഇടം ബഹുദൈവത്വം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളോട് വിളംബരം ചെയ്യുന്ന, ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിളംബരം നിർവഹിക്കുന്ന കാര്യം വിശുദ്ധ ഖുർആൻ ഇവിടെ ഈ സൂറത്തില് ഞാൻ പരാമർശിച്ച ആയത്തില് നമ്മൾ കാണുകയുണ്ടായി. അവിടെ ഹജ്ജിനായിട്ട് വിളംബരം ചെയ്യപ്പെടുന്നത് മുഴുവൻ മനുഷ്യരെയും ഹജ്ജിന് വരാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. അത് ഖുറൈശികളുടെയോ അറബികളുടെയോ ഒരു ചെറിയ ഒരു ഭൂപ്രദേശത്തെ ആളുകളുടേതോ മാത്രമല്ല. അത് മാനവരാശിയുടെ മുഴുവൻ ഒത്തുചേരലിനായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ടുള്ളത് മാനവതയുടെ ഐക്യപ്പെടലിന്റെ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത്. പ്രപഞ്ചനാഥനായ ഏകനായ അള്ളാഹുവിന്, ഏകനായ സൃഷ്ടാവായ ദൈവത്തെ അംഗീകരിക്കാനും വിധേയപ്പെടാനും ഒക്കെ സന്നദ്ധരായ മുഴുവൻ മനുഷ്യരും ഈ ഹജ്ജിനായിട്ടുള്ള ആഹ്വാനം അവരെയൊക്കെ ബാധിച്ചുകൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ അവർക്കൊക്കെ അർഹതപ്പെട്ടതാണ് ഈ ഹജ്ജിന്റെ ഇടവും ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സംഗതികളും. അതിന്റെ മേൽ ഖുറൈശികളെ അല്ലെങ്കിൽ അറേബ്യയിലെ ചില ആളുകളെ, ഒരു ചെറിയൊരു വിഭാഗത്തെ കുത്തകയാക്കി വെച്ചിട്ടില്ല. ഹജ്ജിനുള്ള പ്രഖ്യാപനം നടത്തുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് മുഴുവൻ മനുഷ്യരുമാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പ്രകാരം ഹജ്ജിന്റെ ഇടം ഇന്നും അത് വേണ്ട വിധത്തിലല്ല കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഹജ്ജിന്റെ ഇടം യഥാർത്ഥത്തില് ഒരുക്കി വെക്കാനുള്ള നിർദ്ദേശമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനുമായി അള്ളാഹു നൽകുന്നത്. ഹജ്ജിന്റെ ഇടം ആർക്കാണ് ഒരുക്കി വെക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെടുന്നത്? അത് ആ തദ്ദേശീയരായ ആളുകളെ പോലെ തന്നെ
വിദൂര ദിക്കുകളിൽ നിന്നായിട്ട് ഹജ്ജ് ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്തെത്തുന്ന ആളുകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവർക്ക് കൂടി വേണ്ടി അത് ഒരുക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഒരുക്കി വെക്കുന്ന ദൗത്യമാണ്. അത് തയ്യാറാക്കി സജ്ജമാക്കി ആ പരിസരമൊക്കെ വൃത്തിയാക്കി ആളുകളെ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു വെക്കുക എന്ന ചുമതലയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും അള്ളാഹു ഏൽപ്പിക്കുന്നത്. ഹജ്ജിന് ഹോസ്റ്റ് ചെയ്യുന്ന സമൂഹങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾ നിർവഹിക്കേണ്ടതും അതാണ്. അത് സൂചിപ്പിക്കുന്നത് ഹജ്ജിന്റെ ഇടം അവരുടേതാണ് എന്നല്ല, അത് മുഴുവൻ മനുഷ്യർക്കുമായിട്ടുള്ളതാണ്. അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കാൻ സന്നദ്ധതയുള്ള ലോകത്തിന്റെ ഏത് ഭൂപ്രദേശങ്ങളിലുമുള്ള മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് ഹജ്ജിന്റെ ഇടം. അത് ചിലര് കുത്തകയാക്കി വെക്കുന്നതും അല്ലെങ്കിൽ കൈയടക്കി വെക്കുന്നതും അതിന്റെ മേലുള്ള നിർണയവും നിയന്ത്രണവും ഒക്കെ തങ്ങളുടെ പ്രിവിലേജ് ആണ് അല്ലെങ്കിൽ മോണോപ്പൊളിയാണ് എന്നൊക്കെയുള്ള നിലക്ക് ആരെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിലുള്ള അതിക്രമപരമായ ഒരു കൈകടത്തലാണ് എന്നതാണ് വസ്തുത. പഴയ കാലത്ത് ഖുറൈശികള് ചെയ്തിരുന്നത് ആ വിധത്തിലാണ്. ഇന്നും അത് ഒരു രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിട്ട് നിർവഹിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ മുഴുവൻ ലോകത്തെയും മുസ്ലിങ്ങളെ സത്യവിശ്വാസ പാതയിലുള്ള ഏകദൈവ വിശ്വാസത്തിന്റെ പാതയിലുള്ള ആളുകളുടെ പ്രാതിനിധ്യത്തോടു കൂടി നിർവഹിക്കപ്പെടേണ്ട കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഹജ്ജിന്റെ ഇടവും ഹജ്ജുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും. അത് ഏതെങ്കിലും കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരികളുടെയോ ഒരു രാജ്യത്തിന്റെയോ കയ്യില് കുത്തകയായി മാറേണ്ട ഒരു കാര്യമല്ല. അപ്പോ ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം ഞാൻ സൂചിപ്പിച്ചല്ലോ. ഹജ്ജുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും മദീനയിലേക്കുള്ള പലായനം ചെയ്ത് അത് സംഭവിച്ചതിനെ തുടർന്ന് വന്ന എന്ന് പറഞ്ഞാൽ ഹിജ്റ 1-ാം വർഷത്തിലുള്ള ഹജ്ജിന്റെ വേളയിലാണ് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ ഗൃഹാതുരത്വവും വൈകാരികതയും ഒക്കെ ഈ മദീനയിൽ എത്തിച്ചേർന്ന മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു ഹജ്ജുമായി ബന്ധപ്പെട്ട ഹജ്ജിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്ന ഹജ്ജിന് പശ്ചാത്തലം ഒരുക്കിയ അതിനു വേണ്ട ചില കാര്യങ്ങൾ നിർവഹിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതുപോലെ ഹജ്ജിന്റെ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഈ സൂറത്തില് അള്ളാഹു പരാമർശിക്കുന്നത്. അതില് ഈ മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ആശ്വസിപ്പിക്കലും സാന്ത്വനിപ്പിക്കലും അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചരിത്രത്തിലുടനീളം അല്ലെങ്കിൽ പിൽക്കാലത്ത് എക്കാലത്തേക്കുമായി ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വളരെ അടിസ്ഥാനപരമായ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അതും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ ഹിജ്റ ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പായി മക്കയിലെ ആളുകൾക്ക് വളരെ ശക്തമായ താക്കീത് എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ വരുന്നുണ്ട് എന്ന് ഞാൻ പരാമർശിക്കുകയുണ്ടായി. 1-ാമത്തെ ആയത്ത് മുതൽ 24-ാമത്തെ ആയത്ത് വരെ ആ വിധത്തിലുള്ളതാണ്. രണ്ടാമത്തെ ഒരു അഭിസംബോധന ഇതിൽ വരുന്നത് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് പലായനം ചെയ്തിരിക്കുകയാണ്. പക്ഷെ മക്കയില് മുസ്ലിങ്ങളായി സ്വയം പരിചയപ്പെടുത്താൻ സന്നദ്ധരായ, എന്നാൽ അതിന്റെ ആ മാർഗത്തില് യാതൊരുവിധ ത്യാഗത്തിനും സന്നദ്ധരല്ലാതെ
പലായനം ചെയ്യാനോ മദീനയിലേക്ക് ഹിജ്റ ചെയ്യാനോ തങ്ങളുടെ വീടും അതുപോലെ സമ്പത്തുക്കളും കച്ചവടങ്ങളും അതുപോലെയുള്ള താല്പര്യങ്ങളും ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും കൂടെ പലായനം ചെയ്ത് മദീനയിലേക്ക് പോകാൻ സന്നദ്ധരല്ലാതെ നിന്ന ഒരു അർദ്ധ ഇസ്ലാം വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവര് ചാഞ്ചാട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാഞ്ചാട്ടത്തിലാണ് അവര് ബുദ്ധിപരമായ തലത്തിലൊക്കെ ഇസ്ലാമിന്റെ പാതയിലേക്ക് വന്നിട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ അവരെ വ്യക്തിപരമായി ചില നിർണയങ്ങളും തീരുമാനങ്ങളും ഒക്കെ വേണ്ടിവരുന്ന വിഷയങ്ങൾ എത്തുമ്പോൾ അവര് അത്തരം സാക്രിഫൈസസിന്, അത്തരം ത്യാഗത്തിനൊന്നും സന്നദ്ധരല്ലാത്ത, അതുപോലെ ഒരു തീരുമാനമെടുത്ത് നബിയോടൊപ്പം പുറപ്പെടാനുള്ള സന്നദ്ധത കാണിക്കാതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരുടെ ചാഞ്ചാട്ടം ഒരു ഭാഗത്ത് കുഫറിനും മറുഭാഗത്ത് ഇസ്ലാമിനും ഇടക്കായിട്ടുള്ള ഒരു ചാഞ്ചാട്ടമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. ഒരു ദൃഢമായൊരു തീരുമാനമെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തില് അവന്റെ ദൂതനോടൊപ്പം പുറപ്പെടുക എന്ന, അല്ലെങ്കിൽ ദൂതനോട് ഒപ്പം ചെന്ന് ചേരുന്നതിന് വേണ്ടിയായിട്ട് ഭൗതികമായ താല്പര്യങ്ങളെ മുഴുവനും കൈവിട്ടുകൊണ്ട് പോകുവാനുള്ള സന്നദ്ധത അവര് കാണിക്കുന്നില്ല. ഇതാണ് അവർ നേരിട്ടുകൊണ്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധി. അത് എന്ത് തരത്തിലുള്ള ഈമാനാണ് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയം. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, ആ പ്രവാചകനിൽ വിശ്വാസമുണ്ട്, ആഖിറത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നവര് തന്നെ ഈ ത്യാഗത്തിന് സന്നദ്ധരാകുന്നില്ല എന്ന ഒരവസ്ഥയുള്ളപ്പോ അള്ളാഹു വളരെ കടുത്ത ഭാഷയിൽ, കഠിനമായ ശൈലിയിൽ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ വിശ്വാസത്തിനെ ശരിയായ വിശ്വാസമായിട്ട് അള്ളാഹു അംഗീകരിക്കുന്നില്ല എന്നതാണ് ആ ആയത്തുകളുടെയൊക്കെ സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് ഇത്തരം ആയത്തുകളിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം മക്കയിലെ ആളുകള് ഈ വിധത്തിലുള്ള സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്നതിന് ശേഷവും കാണിച്ച ഈ ചാഞ്ചാട്ടം വളരെ ആക്ഷേപാർഹമായ ഒരു കാര്യമായിട്ടാണല്ലോ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തില് നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഒരു പശ്ചാത്തലത്തില് ഈ ഒരു സ്വഭാവമാണ് മുസ്ലിം സമൂഹത്തിന് ഏറ്റവും പ്രകടമായിട്ട് കാണാൻ സാധിക്കുക എന്നത് മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്നതാണ് ഈ കാര്യം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് രണ്ടാമത്തെ ഒരു പ്രഭാഷണത്തിന്റെ, അല്ലെങ്കിൽ ഈ സൂറത്ത് അഡ്രസ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു അഡ്രസീസിന്റെ ഒരു ഗണമാണ്. മൂന്നാമത്തേതായിട്ട് നമ്മൾ കാണുന്ന മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയിട്ടുള്ള, സകലതും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് സകലതും ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട യഥാർത്ഥ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അവര് ഹജ്ജിന്റെ ഇടം അവർക്ക് തടയപ്പെട്ടത്, മസ്ജിദുൽ ഇഹ്റാമിലേക്കുള്ള യാത്രക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വിലക്കുണ്ടായത്, ഇതിന്റെയൊക്കെ പേരിൽ വല്ലാത്ത വിഷമത്തിലാണ് അവർ. തങ്ങളുടെ നാട്, ഹജ്ജിന്റെ പരിസരം ഇതൊക്കെ തന്നെ തിരിച്ചു പിടിക്കണം, അവയൊക്കെ സ്വതന്ത്രമാക്കേണ്ടതുണ്ട് എന്ന വലിയ ആവേശത്തിലും ആഗ്രഹത്തിലും ഒക്കെയാണ് അവർ കഴിയുന്നത്. അള്ളാഹുവിന്റെ അനുമതി മക്കയിലെ ഈ ലാലിമുകളോട് ഏറ്റുമുട്ടാനും അവരെ പരാജയപ്പെടുത്താനും അതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെടാനുമുള്ള അനുമതി അവർക്ക് ആ ഘട്ടത്തിൽ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുമതി ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് തേടിക്കൊണ്ടാണ് അവര് നിലകൊള്ളുന്നത്. ഹജ്ജ് തങ്ങളുടേതല്ലാതായി മാറുന്നത്
അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹജ്ജിന്റെ ഇടം സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലുള്ളവർക്ക് വേണ്ടി തിരിച്ചു പിടിക്കുക എന്ന കാര്യത്തിന് വേണ്ടി മക്കയിലെ ബഹുദൈവത്വത്തിന്റെ ആളുകളുമായി ഏറ്റുമുട്ടാൻ അള്ളാഹുവിന്റെ അനുമതി ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പൊ അതിനുള്ള അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ആ ആദ്യഘട്ടം ഏത് വിധത്തിലുള്ള നിലപാടാണ് ഈ സത്യവിശ്വാസ മാർഗത്തിൽ വന്നിട്ടുള്ള ഈ ആളുകൾ സ്വീകരിക്കേണ്ടത് എന്നത് ഇക്കാര്യത്തില് അവർക്ക് വേണ്ട മാർഗദർശനം നൽകുന്ന കാര്യങ്ങളാണ് തുടർന്നുള്ള മൂന്നാമത്തെ ഭാഗത്ത് അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാഷണത്തില് ഈ സൂറത്തില് അടങ്ങിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റുമുട്ടലിനുള്ള ഈ അക്രമികളായ സത്യനിഷേധികളായ ആളുകളോട് ആവശ്യം പരിഗണിച്ചുകൊണ്ട് അതിന്റെ സന്ദർഭം ഔചിത്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ നേരിടേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെട്ട ആളുകളായിരുന്നു അവർ. ആ ഒരു സന്ദർഭത്തിലാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ തുടർച്ചയായിട്ട് അവരുമായി ഈ മുശ്രിക്കുകളുമായുള്ള പോരാട്ടത്തിന് അനുമതി നൽകുന്ന കാര്യങ്ങൾ കടന്നു വരുന്നത്. ഹിജ്റ 2-ാം വർഷത്തില് ആണ് ബദർ യുദ്ധം നടക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളുമായിട്ട്. അതിന്റെ തൊട്ടു മുമ്പായിട്ട് ചില സംഘട്ടനങ്ങളൊക്കെ നടന്നതും നമുക്ക് കാണാൻ കഴിയും. അത്തരം സംഘട്ടനങ്ങളൊക്കെ നടക്കുന്നതും ഹിജ്റ 2-ാം വർഷത്തിൽ നടന്ന ബദർ യുദ്ധവും ഇതൊക്കെ തന്നെ എത്രത്തോളം ഈ ഹിജ്റ ചെയ്തു വന്ന ആളുകള് മക്കയിലെ തങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആളുകളെ നേരിടാൻ മാനസികമായി തയ്യാറായിട്ടുണ്ടായിരുന്നു എന്നത് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മക്കയിലെ ഈ ഹജ്ജ് യഥാർത്ഥത്തില് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അതിന്റെ സാർവദേശീയതയെ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ട അതിന്റെ ഒരു പ്രാധാന്യമുള്ള ഒരു സംഗതി, യഥാർത്ഥത്തിൽ ഹജ്ജ് എന്നത് കേവലമായ ഒരു അനുഷ്ഠാനമോ ഒരു ആരാധനയോ മാത്രമല്ല. അതിനപ്പുറത്തേക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയും ഒരു ആഗോള സാമൂഹ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയുള്ള ഒരു സംവിധാനമാണ് ഹജ്ജ് എന്നത്. ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളെയും അത് നിർവഹിക്കപ്പെടുന്ന അതില് നടക്കുന്ന ആ ഒത്തുചേരലും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിന്റെ വിശദമായ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്ത് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ 78 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. പൊതുവെ ഇത് മദീനയിൽ അവതരിച്ച സൂറത്തായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പരിഗണിക്കാറുള്ളത്. ഇതിൽ പക്ഷേ ആദ്യത്തെ 24 ആയത്തുകള് മക്കയിൽ അവതരിച്ചതാവാൻ വലിയ സാധ്യതയുള്ള രീതിയിലാണ് നമുക്ക് അത് കാണാൻ സാധിക്കുക. അതിന്റെ ഉള്ളടക്കം, അതിലടങ്ങിയിട്ടുള്ള അത് മുന്നോട്ട് വെക്കുന്ന ആശയമൊക്കെ മക്കയിലെ മുശ്രിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അവരെ കേൾപ്പിക്കേണ്ട ചില കാര്യങ്ങളായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് അവസാനമായി നൽകുന്ന താക്കീതും അള്ളാഹുവിന്റെ ശിക്ഷാ നടപടിയെ കുറിച്ചുള്ള മുന്നറിയിപ്പും ഒക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ നടപടി
ഉണ്ടാകുമ്പോൾ അവരെ രക്ഷിക്കാൻ അവരിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആരാധ്യന്മാരാരും രംഗത്ത് വരികയില്ല. അവർ ഒരു നിലക്കും അവർക്ക് ഒരു സഹായവും ലഭിക്കുകയില്ല എന്ന കാര്യമൊക്കെയാണ് അതിൽ കാണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പാരത്രിക ജീവിതത്തിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ 3 വ്യത്യസ്തമായ ഭാഷണങ്ങൾ ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. ഈ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന, യഥാർത്ഥ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് 2 തരം കാണാൻ സാധിക്കും. ഹിജ്റ ചെയ്തും അതുപോലെ മദീനയിൽ ഉണ്ടായിരുന്നവരും ഒക്കെയായ സത്യവിശ്വാസികളെ അവരെ മാത്രമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളും, അതേപോലെ തന്നെ സത്യവിശ്വാസികളോടൊപ്പം അറേബ്യയിലെ പൊതുജനങ്ങളെ പൊതുവായി അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങളും ഇതിന്റെ ഉള്ളടക്കമായിട്ട് കാണാൻ സാധിക്കും. മക്കയിലെ ഖുറൈശികള് ഹജ്ജിന്റെ ഇടം കുത്തകയാക്കി വെക്കുകയും മറ്റ് ഈ പലായനം ചെയ്ത സത്യവിശ്വാസികൾക്ക് അത് വിലക്ക് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തത് സമീപ പ്രദേശങ്ങളിലുള്ള ഇതര അറേബ്യൻ ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെയാണ് അവര് മക്കയിലേക്കുള്ള ഹജ്ജിന് വേണ്ടിയുള്ള വരവ് വിലക്കിയിട്ടുള്ളതെങ്കിൽ നാളെ ഖുറൈശികൾ അത് ഞങ്ങൾക്കും ബാധകമാക്കി കൂടായികയില്ല എന്ന വിധത്തിലുള്ള ആശങ്ക അവരെ വേട്ടയാടുന്നുണ്ടായിരുന്നു എന്നതാണ് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ ഖുറൈശികള് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈയടക്കി വെച്ചിരുന്ന അവരുടെ രാഷ്ട്രീയ മേൽക്കോയ്മ, അതിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ ഈ സൂറത്തിലെ ഹജ്ജിന്റെ ആശയങ്ങളെ, അതിലടങ്ങിയിട്ടുള്ള ആയാത്തുകളെ നമുക്ക് കാണാൻ കഴിയും. ഖുറൈശികളുടേതല്ല, അവര് കുത്തകയാക്കി വെക്കേണ്ട ഒന്നല്ല ഹജ്ജും ഹജ്ജിന്റെ ഇടങ്ങളും, മറിച്ച് അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന ഭൂമുഖത്തുള്ള മുഴുവൻ ആളുകളുടേതുമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇബ്രാഹിം അലൈഹിസ്ലാമിലൂടെ ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരത്തിന്റെ ഒരു സ്പിരിറ്റ് തന്നെ, ഒരു ആത്മാവ് തന്നെ അതാണ്. അത് ആ സമീപ പ്രദേശത്തുള്ള തദ്ദേശീയരായ ആളുകൾക്ക് എന്ന പോലെ തന്നെ വിദൂര ദിക്കുകളിൽ നിന്ന് അവിടെ എത്തിച്ചേരുന്നവർക്കും കൂടി അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ ബഹുദൈവാരാധന നടന്നുകൂടാ. മസ്ജിദുൽ ഇഹ്റാമിലും കഅബയിലും ഒന്നും തന്നെ. അത് അള്ളാഹുവിന്റെ ഏകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള, ഏകദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ബഹുദൈവത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത, അംഗീകാരമില്ലാത്ത ഒരിടമാണ്. അതുപോലെ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വേറെയുള്ളത്, ഇപ്പോ ഖുറൈശികളുടെ കയ്യിൽ ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന ആ പ്രദേശത്തിന്റെ നിയന്ത്രണം ഉണ്ട് എന്നത് അവര് അക്രമപരമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ. എന്നാൽ പിന്നീട് കഅബയുടെയും ആ ചുറ്റുപാടുള്ള പ്രദേശത്തിന്റെയൊക്കെ നിയന്ത്രണം സത്യവിശ്വാസികളുടെ കയ്യിൽ വരുമ്പോ ആ കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഏത് വിധത്തിലാണ്, എന്ത് മാനദണ്ഡമാണ് അതിന് പരിഗണിക്കേണ്ടത്, എന്ത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രദേശം, അതിന്റെ നിയന്ത്രണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടേണ്ടത് എന്ന കാര്യം കൂടി ഈ സൂറത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മറ്റൊരു പ്രാധാന്യമുള്ള ഒരു കാര്യം ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്, സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകൾക്ക്
മുസ്ലിം എന്ന പേര് വിളിക്കപ്പെടുന്നു എന്നതാണ്. ഈ സൂറത്തിൽ അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം എന്ന നാമകരണം, നമുക്കതിന്റെ വിശദമായ കാര്യങ്ങൾ സൂറത്ത് ആയത്തുകൾ ചർച്ച ചെയ്യുമ്പോൾ പരിഗണനയിൽ കൊണ്ടുവരാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആദർശപാത പിന്തുടർന്നുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മുന്നോട്ട് പോകുന്നത്. അവര് പരാമർശിക്കപ്പെടേണ്ടത് ഈ പേരിലാണ് എന്നതാണ്, മുസ്ലിം എന്ന പേരിലാണ് എന്നതാണ് ഈ സൂറത്ത് മുന്നോട്ട് വെക്കുന്ന പ്രാധാന്യമുള്ള ഒരു കാര്യം. അവർക്ക് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളിൽ അവര് ഖൈറു ഉമ്മത്തായിരിക്കണം, മുഴുവൻ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുമുള്ള മാതൃകയായിട്ട് നന്മ പ്രവർത്തിക്കുകയും തിന്മ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നതിന് ആവേശം കാണിക്കുന്ന ഉത്തമ ജീവിത മാതൃക തീർക്കുന്ന ആളുകളായിരിക്കണം. അവര് നമസ്കാരം, സക്കാത്ത്, അതുപോലെ സൽക്കർമ്മങ്ങൾ, ഇതിനൊക്കെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ജീവിത രീതിയാണ് പിന്തുടരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സൂറത്തിന്റെ അവസാനത്തില് സത്യവിശ്വാസികൾക്കുള്ള നിർദ്ദേശമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തില് ദൈവിക വചനത്തിന്റെ, ഏകദൈവ വിശ്വാസത്തിന്റെ കലിമത്തായ കലിമത്ത് തൗഹീദിന്റെ ഉന്നതിക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടങ്ങളിൽ ഏർപ്പെടാനും ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും. ഒരു നിലക്ക് നോക്കിയാൽ സൂറത്തുൽ ബഖറയുടെയും സൂറത്തുൽ അൻഫാലിന്റെയും ഒക്കെ ആശയപരമായ തുടർച്ച ഈ സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയുടെയും സൂറത്തുൽ അൻഫാലിന്റെയും ഒക്കെ അവതരണ പശ്ചാത്തലമായിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ സൂറത്ത് വായിച്ചു തുടങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവുന്നത് പ്രയോജനകരമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സൂറത്തുൽ ഹജ്ജിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 78 ആയത്തുകളുള്ള മദീനയിൽ അവതരിച്ച സൂറത്തുകളുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. അതിന്റെ പേരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ഉള്ളടക്കവും അവതരണ പശ്ചാത്തലവും ഒക്കെ വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.